KVS ഹരിസാദ്, ഇത്തവണത്തെ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. പ്രവചനാതീതമാണ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ്, ശുഭപ്രതീക്ഷ തന്നെയാണ് എല്ലാ മുന്നണികളും വയ്ക്കുന്നത്. ഇവിടെ കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകും എന്ന് തന്നെയാണോ BJP കേരളം പ്രതീക്ഷിക്കുന്നത്? കാരണം ഓരോ പ്രാവശ്യവും BJP ഉയർത്തിയത്, NDA ഉയർത്തിയത് വികസനം തന്നെയായിരുന്നു. അങ്ങനെ ഒരു വികസിത കേരള മുദ്രാവാക്യം ഉയർത്തിയപ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാകുന്ന ഘടകങ്ങളായി പൂർണ്ണമായും അത് മാറുമെന്ന് തന്നെയാണോ ഇത്തവണ വിശ്വസിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും ഒരു കേരളത്തിൻ്റെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളുമായിട്ടാണ് BJP ഇറങ്ങിയത്. അങ്ങനെയാണ് വികസിത കേരളം എന്നൊരു മുദ്രാവാക്യം നമ്മൾ ഉന്നയിച്ചത്. മാറാത്തത് മാറും എന്ന് കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇവിടെ രണ്ട് കാര്യങ്ങളെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സുഹൃത്ത് ഹരി പറഞ്ഞതെന്താ, ഞങ്ങൾ വരും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ്. എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവർ കൊടുത്തിരിക്കണമെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവർ ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങളുണ്ട്: ഹിമാചൽ, തെലങ്കാന, കർണാടകം. ഇന്ന് സർക്കാർ ജീവനക്കാർക്കും പോലീസുകാർക്കും ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. മന്ത്രിമാർ ഹിമാചലിലും ശമ്പളം പകുതി മതിയെന്ന് തീരുമാനിച്ചു. ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സ്വയം ചെന്ന് ചാടിയിരിക്കുന്നു അവർ. അതിന്റെ സാഹചര്യം അറിയാലോ. കേരളത്തിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇനി ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. കടം മേടിച്ച് വലിയ ദുരന്തമാണ് അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സർ. 10 കൊല്ലം കൊണ്ട് ഹിമാചൽ പ്രദേശിലെ കാര്യം ഞാനിത് പറയാൻ കാരണം അത്തരം വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ്, ഞാൻ പറയട്ടെ ഹരി, ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ ഭരിച്ച് കർണാടകം ഭേദപ്പെട്ട സംസ്ഥാനമായിരുന്നു, തെലുങ്കാനയും അതെ, ഹിമാചലും അതെ. ഞങ്ങൾ ഭരിച്ചിരുന്നതാണ് ഇതിൽ 2 സംസ്ഥാനങ്ങൾ. സാമ്പത്തികമായ ക്രൈസിസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വന്നതിന് ശേഷം അവിടെ ഇപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക എന്താ പറയുക, ബഡ്ജറ്റ് വരെ കൊണ്ടുവരുന്ന സ്ഥിതി കർണാടകത്തിൽ. ഇവിടെ കേരളത്തിൽ എന്താ ഉണ്ടാക്കാൻ പോകുന്നേ? ഇവിടെ ഇവർ വന്നാൽ മുസ്ലിം ലീഗിന് ഭരണമായിരിക്കും, ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണമായിരിക്കും, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭരണമായിരിക്കും. അതിനെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ബോധവാന്മാരാണ്. കാരണം തമിഴ്നാട്ടിലേക്ക് കടന്നാൽ ഹരി മറക്കണ്ട, അവിടെ കോൺഗ്രസ്സുകാരുടെ കൊടിക്കൊപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതേപോലെ തന്നെ DMKയുടെയും CPMൻ്റെയും CPIയുടെയും ഒക്കെ കൊടിയുണ്ട്. നിങ്ങളൊക്കെ ഒന്നാണ്. അവർ ഇത്രയും വർഗീയ ചേരിതിരിവുണ്ടാക്കി രാജ്യത്തെ സുരക്ഷയ്ക്ക് തന്നെ ഒരു വെല്ലുവിളി ഉയർത്തുന്ന സംവിധാനമാക്കി മാറ്റിക്കഴിഞ്ഞു. ആ ഭരണം കേരളത്തിൽ വേണോ വേണ്ടിയോ എന്നുള്ളത് ഇവിടുത്തെ വിദ്യാസമ്പന്നരായ ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ കേരളത്തിലെ വിദ്യാഭ്യാസമുള്ളവരാണ്, സാംസ്കാരിക ബോധമുള്ളവരാണ്. അവർ ഈ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, 2 മുന്നണികൾ തമ്മിൽ വോട്ട് ട്രാൻസ്ഫർ ആയിരുന്നു മുമ്പ് നടന്നിരുന്നേ. ഇന്നത് മാറി, 3ാമതൊരു ശക്തി ഇവിടെ ഉദയം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലം നമുക്ക് 4-ാം തീയതി കാണാൻ കഴിയും. കാത്തിരിക്കാം. അതെ, തീർച്ചയായും.